റിസൾട്ടിന് ശേഷം ഞാൻ ചെയ്ത വാട്ട്സ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോൻ്റെ താഴെ വന്ന ഏകദേശ കമൻറ്റും ഇങ്ങനെയാണ്. എൻ്റെ ഈ മാർക്കിന് ഇന്ന യൂണിവേഴ്സിറ്റി കിട്ടുമോ, ഈ മാർക്കിന് ഈ കോഴ്സിന് കിട്ടുമോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഓരോ വർഷവും CUT എഴുതുന്ന ആൾക്കാരുടെ എണ്ണവും പിന്നെ മാർക്ക് കിട്ടുമ്പോൾ അതിലുണ്ടാവുന്ന വ്യത്യാസവും, ചിലപ്പോൾ ടോപ്പേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ വർഷം 250 ഒരാളാണ് ആ ഒരു കോഴ്സിൻ്റെ ടോപ്പർ എന്നുണ്ടെങ്കിൽ, ആ ഒരു സബ്ജക്റ്റിൽ ടോപ്പർ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വർഷം 280 ആവും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ മാർക്ക് വെച്ചിട്ട് ഈ യൂണിവേഴ്സിറ്റി കിട്ടുമോ, എൻ്റെ മാർക്ക് വെച്ചിട്ട് ഈ കോഴ്സിന് കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ടയർ 1, ടയർ 2, ടയർ 3 എന്നുള്ള പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ വെച്ചിട്ട് എൻ്റെ മാർക്ക് വെച്ചിട്ട് എയിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ടയർ 1, ടയർ 2, ടയർ 3 പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റീസും ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളെ ഫ്രണ്ടിന് 100 കുറവും നിങ്ങൾക്ക് 100 കൂടുതലുമാണ് മാർക്ക്. പക്ഷെ നിങ്ങളെ ഫ്രണ്ടിന് ആദ്യം അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. കാരണം മേ ബി അവൻ്റെ കോഴ്സ് നിങ്ങളെ കോഴ്സിൻ്റെ അത്ര കോമ്പറ്റീഷൻ ഉള്ള കോഴ്സ് ആയിരിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ ലിസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റീൻ്റെ അപ്ഡേഷൻസ് നിരന്തരം ചെക്ക് ചെയ്ത് നല്ല പണിയെടുക്കുന്നുണ്ടാവും. എപ്പോഴും അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക, അവരുടെ ഹെൽപ്പ് ഡെസ്ക് അന്വേഷിക്കുക, പിന്നെ അവിടെ ആ യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് എപ്പോഴും അപ് ടു ഡേറ്റ് ആയി കോൺടാക്ട് ചെയ്തിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് നിങ്ങളെക്കാട്ടും മുന്നേ അഡ്മിഷൻ കിട്ടാം. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കോഴ്സിന് കോമ്പറ്റീഷൻ എത്ര ഉണ്ട് എന്നുകൂടി നോക്കിയിട്ട് നിങ്ങളുടെ ലിസ്റ്റിലുള്ള കോളേജിനെ നിരന്തരം ഫോളോ ചെയ്ത് അവരുടെ അപ് ടു ഡേറ്റ് അപ്ഡേഷൻസ് എപ്പോഴും അറിഞ്ഞിരിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിലും മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ എപ്പോഴും അപ്ഡേഷൻസ് നോക്കിക്കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ലിസ്റ്റിൽ എന്തായാലും ഒരു 5 or 6 യൂണിവേഴ്സിറ്റീസൊക്കെ ആണുള്ളതെങ്കിൽ എന്നും ഒരു 5 or 10 minutes അതിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടൈം കണ്ടെത്തുക. അതാവുമ്പം നിങ്ങൾക്ക് അവർ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഞാൻ ടയർ 1, ടയർ 2, ടയർ 3 യൂണിവേഴ്സിറ്റീസിനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇതൊരു ജനറലായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഏറ്റവും കുറേ കാലം മുന്നേ തുടങ്ങിയ അത്യാവശ്യം നല്ല റാങ്കിങ് കാര്യങ്ങളൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റീസാണ്. അത്യാവശ്യം മാർക്കുള്ള ആൾക്കാർക്കാണ് ഈ ടയർ 1 യൂണിവേഴ്സിറ്റീസ് കിട്ടുക. അപ്പോൾ ആ ഒരു ബേസിക് ഇത് വെച്ചിട്ടാണ് ഞാൻ പറയണത്, എനിക്ക് കിട്ടിയ ഡാറ്റാസും ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ ടയർ 1 യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്. ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഫീസ് കൂടുതലാണ്. പക്ഷേ ക്വാളിറ്റി വെച്ച് നോക്കുമ്പം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ അത്യാവശ്യം ഫീസ് കൊടുക്കാനുള്ള ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ, MBA പഠിക്കുന്ന സ്റ്റുഡൻസ്, MBA TT പഠിക്കുന്ന സ്റ്റുഡൻസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം ചൂസ് ചെയ്യാവുന്നതാണ്. മാർക്കും വേണം അവിടെ കിട്ടണമെങ്കിൽ. പിന്നെ ഉള്ളത് IIMC ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് മാസ് കമ്മ്യൂണിക്കേഷനൊക്കെ പഠിക്കാൻ പറ്റിയ മീഡിയ സ്റ്റുഡൻസിന് പറ്റിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെയും സെയിം തന്നെയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫീസ് ഉണ്ട്, പക്ഷെ ക്വാളിറ്റി സെറ്റാണ്. പിന്നെ അത്യാവശ്യം മാർക്കുള്ളവർക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പം IIMCയിൽ നിങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ IIMCയിൽ അത്യാവശ്യം മാർക്കുള്ളവർ എന്തായാലും അപേക്ഷിക്കുക. പിന്നെ വരുന്നത് JNU, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, ഡൽഹി BH അതായത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, പിന്നെ നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി, അടിപൊളിയാണ് അവിടെ. പിന്നെ തേജ്പൂർ യൂണിവേഴ്സിറ്റി, പിന്നെ IFLU, NIT. ഇവിടെയൊക്കെ NITയിലൊക്കെ ഫീ കൂടുതലാണ്, മാർക്കും ഉണ്ട്. പിന്നെ ഫീസ് കൊടുക്കാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിലും NIT ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം JNUവിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ JNUവിൽ ഫീയും കുറവാണ്, ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ JNUവിലും നിങ്ങളുടെ കോഴ്സ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇനി ടയർ 2 വരുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ആൻഡ് പോണ്ടിച്ചേരി. ഇനിയും കുറച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതൊക്കെ ടയർ 2 വരുന്നതാണ്. അതായത് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തൊരു മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, 100ന് മുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ
200 അല്ലെങ്കിൽ 100 മുകൾക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസാണിത്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടയർ 2 കൊടുക്കാൻ ഞാൻ പറഞ്ഞ ആൾക്കാർ 100 മുകളിൽ ചില ആൾക്കാർക്ക് മേ ബി ടയർ 1 യൂണിവേഴ്സിറ്റിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളെ കയ്യിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് ഫീസ് ഉണ്ടെന്നാണ്. എന്തായാലും ഒരു ചില ആൾക്കാർ 10 ഒക്കെ ചൂസ് ചെയ്യും യൂണിവേഴ്സിറ്റീസ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടാവും. അതിൽ ഈ ടയർ 2 അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉള്ള അതായത് അവസരമുള്ള ആൾക്കാർക്ക് ടയർ 1 1 2 യൂണിവേഴ്സിറ്റീസും അപ്ലൈ ചെയ്ത് നോക്കാം. എങ്ങാനും ഭാഗ്യത്തിന് കിട്ടിയാലോ പറയാൻ പറ്റൂല. ഓക്കെ, അപ്പം ഈ സ്പോട്ട് അഡ്മിഷനിലൊക്കെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്ന സ്പോട്ട് അഡ്മിഷന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ആ യൂണിവേഴ്സിറ്റീസ് അപ്ലൈ ചെയ്തിട്ടിട്ട് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതെന്ന് തോന്നുന്നു. പിന്നെ വരുന്നത് ടയർ 3 യൂണിവേഴ്സിറ്റീസാണ്. അതായത് നിങ്ങൾ 100 മുകളിലാണെങ്കിലും 100 താഴെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസാണ്. പക്ഷേ അത്ര ടയർ 1 ടയർ 2 ഒരു ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ അത്ര അടിപൊളി യൂണിവേഴ്സിറ്റീസ് ആയിരിക്കില്ല. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ ചില യൂണിവേഴ്സിറ്റീസുകൾ അടിപൊളി അല്ലെങ്കിലും ചിലപ്പോൾ കോഴ്സ് അടിപൊളിയാകും. അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ടയർ 3 യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു, പിന്നെ IGNTU അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, പിന്നെ ഗുജറാത്ത് യൂണിവേഴ്സിറ്റി, ഹിമാചൽ അതായത് എൻ്റെ യൂണിവേഴ്സിറ്റി, പിന്നെ ജാർഖണ്ഡ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് 100 താഴെയാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് 30 ഉള്ളൂ അപ്പോൾ ഇന്ന കോഴ്സിന് ഇവിടെ കിട്ടും, എനിക്ക് 40 ഉള്ളൂ ഇന്ന കോഴ്സിന് ഇവിടെ കിട്ടും, അല്ലെങ്കിൽ എനിക്ക് 120 ഇന്ന കോഴ്സിന് ഇവിടെ കിട്ടും എന്ന് ചോദിക്കുന്നവരോടാണ് പറയാനുള്ളത്. നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റീസിൽ ബെറ്റർ യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ടയർ 2 3 അപ്ലൈ ചെയ്യാൻ നോക്കാം. മേ ബി ചിലപ്പം നിങ്ങളുടെ ലക്ക് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ടയർ 2 യൂണിവേഴ്സിറ്റി ടയർ 3 അപ്ലൈ ചെയ്യാൻ 30 അതായത് 50 മാർക്കൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പോട്ടിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അത്ര വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട, എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടയർ 3 യൂണിവേഴ്സിറ്റീസ് മാത്രം അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ എന്നിട്ടും കിട്ടൂല എന്നുള്ളൊരു പേടി വേണ്ട. നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും. ഇപ്പോൾ എക്സാം ഞങ്ങളതും ഈ ഒരു സമയത്തായിരുന്നു തോന്നുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം റിസൾട്ടൊക്കെ വന്നത്. പക്ഷേ ഓഗസ്റ്റിലാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ളതും. അതായത് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഇത് വരുന്നത്. അതായത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നത്. അത് എനിക്ക് ഹിമാചലിൽ നിന്ന് മെസ്സേജ് വരുന്നത്. എനിക്ക് ഫസ്റ്റ് വന്നത് ഹിമാചലിൽ നിന്നല്ല ബീഹാറിൽ നിന്നാണ് ഫസ്റ്റ് വന്നത്. അവിടെയും പോയില്ല. അപ്പം പിന്നെ വന്നതാണ് ഹിമാചലിന്. പിന്നെ ഹിമാചൽ ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒന്ന് എനിക്ക് തോന്നണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇനി കിട്ടിയില്ലെങ്കിലും അതിൻ്റെ ആ ഡേറ്റ് കഴിഞ്ഞാൽ ആ ഒരു പേടി എനിക്കുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ അഡ്മിഷൻ എന്നുള്ള ഫീ അടച്ചു. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് പേ ചെയ്യാൻ പറ്റും. ചില യൂണിവേഴ്സിറ്റീസ് നമ്മൾ അവിടെ പോയിട്ട് ചെയ്യണം. ഹൈദരാബാദ് അതായത് ഇഫ്ലൂലൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. അപ്പം ഞാൻ ഓൺലൈനായിട്ട് അടിച്ചൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ എന്താ നമ്മൾ പറഞ്ഞത്, ഞാൻ പഞ്ചാബിനും വെയിറ്റ് ചെയ്താണ്. എനിക്ക് പഞ്ചാബ് കിട്ടണം എന്നേനു ഹിമാചലിനായിട്ട് ആഗ്രഹം. പക്ഷേ ഹിമാചൽ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പഞ്ചാബ് കിട്ടിയത്. അതായത് ഞാൻ ഇവിടെ അഡ്മിഷൻ വന്നതിന് ശേഷമാണോ അല്ല അതിന് മുന്നേ കിട്ടിയെന്നുണ്ട്. പക്ഷേ അവിടെ ഫീസ് നല്ല കൂടുതലാണെന്ന് ഞാൻ കുറച്ച് മുന്നേ അറിഞ്ഞു. കാരണം നമ്മളെ ഫ്രണ്ട്സിന് കുറച്ച് മാർക്കുള്ളവർക്ക് നേരത്തെ കിട്ടിയിരുന്നു. അപ്പം പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഞാൻ ഏറ്റവും മെയിനായിട്ട് നോക്കിയത് ഫീസ് ഏറ്റവും കുറവുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതിന് ബെറ്റർ ഇവിടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴ്സും വലിയ ബെറ്റർ ഒന്നുമല്ല. പക്ഷേ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവിലും നല്ല ഒരു ഫാക്കൽറ്റീസും കാര്യങ്ങളുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് MBA ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. MBA ജനറലും വലിയ പ്രശ്നമില്ല. പക്ഷേ MBA ട്രാവൽ ആൻഡ് ടൂറിസം അത്യാവശ്യം നല്ല അടിപൊളി ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ ക്യാമ്പസ് ലൈഫ് ഇല്ല എന്നുള്ളൂ, പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയാണ്. ഇവിടുത്തെ MBA ട്രാവൽ ആൻഡ് ടൂറിസത്തെ പ്രൊഫസേഴ്സൊക്കെ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റാണ്. കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക അത്യാവശ്യം സ്ട്രിക്റ്റിലാണ് അവർ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോണത്.
പിന്നെ പ്ലേസ്മെൻറ്റും അവിടെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് MBA പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ പൊതുവേ കേട്ടിട്ടുള്ള MBA പഠിക്കാൻ അത്യാവശ്യം ഫീസ് കൂടുതലാണെന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ എക്സാം എഴുതിയിട്ട് കിട്ടിയതാണെന്നുണ്ടെങ്കിലും ചില യൂണിവേഴ്സിറ്റീസിൽ അത്യാവശ്യം കൂടുതൽ ഫീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഫീസും കുറവാണ്, ക്വാളിറ്റി അടിപൊളിയാണെന്നാണ് ഇവിടെ എൻ്റെ റൂംമേറ്റ്സ് ഉണ്ട് MBA പഠിക്കുന്നവർ, അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ MBA എടുക്കണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് പ്രിഫർ ചെയ്യില്ല. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിൽ, അതായത് ഈ Tier 1, Tier 2, Tier 3 പറഞ്ഞല്ലോ, അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങളുടെ മാർക്ക് വെച്ച് നിങ്ങൾക്ക് എവിടെ കിട്ടും എന്നുള്ളൊരു ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നണേ തമിഴ്നാട്, ഹരിയാന, പിന്നെ വേറെ ഏതോ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ട് എന്തോ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെയും എനിക്ക് തോന്നുന്നത് അപ്ലൈ ചെയ്യാൻ ഫീസ് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യവും അങ്ങനെ ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തമിഴ്നാട് എന്തായാലും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ അപ്ലിക്കേഷൻ ഫീസ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ചൂസ് ചെയ്ത കോഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക, അത് വിടണ്ട. ഓക്കെ. അപ്പോൾ MBA ട്രാവൽ ആൻഡ് ടൂറിസം നിങ്ങൾക്ക് ഇവിടെ, അതായത് ഹിമാചൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിൽ അപ്ലൈ ചെയ്താൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എഡ്യൂക്കേഷൻ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റുമാണ്, ഫീസും കുറവാണ്. ഇനി ഇവിടുത്തെ MBA ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെയും MBA ജനറലിൻ്റെയും ഫീസ് ഞാൻ പറഞ്ഞുതരാം. 13,850 നമുക്ക് ഫസ്റ്റ് അഡ്മിഷൻ എടുത്തപ്പോൾ ഉള്ള ഒരു ഫീസ് വന്നത്. ഞങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ വന്നതിന്, അതായത് ന്യൂ മീഡിയക്ക് വന്നതിന് 5,550 ആണ്. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് മാസ് കമ്മ്യൂണിക്കേഷന് വന്നതിന്. സെക്കൻഡ് സെമ്മിൽ അടിച്ചപ്പം അതിൽ കുറഞ്ഞിട്ടുണ്ട്, കാരണം അഡ്മിഷൻ ഫീസ് പിന്നെ എടുക്കില്ലല്ലോ. അപ്പം MBA ട്രാവൽ ആൻഡ് ടൂറിസത്തിന് അഡ്മിഷൻ എടുക്കുമ്പോഴും സെം ഫീയും അഡ്മിഷൻ ഫീയും കൂട്ടിയിട്ട് അവർ വാങ്ങുന്ന ഫീസാണ് 13,850. പിന്നെ ഇവിടെ മെയിനായിട്ട് വേറെ ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് ഹോസ്റ്റലിനെ കുറിച്ചാണ്. ഹോസ്റ്റൽ ഇവിടെ ക്യാമ്പസിൻ്റെ ഉള്ളിലല്ല, ഓഫ് ക്യാമ്പസാണ്. ഓക്കെ. അപ്പോൾ ഹോസ്റ്റൽ പുറത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്റ്റലിലേക്ക്, ബോയ്സിൻ്റെ ഹോസ്റ്റൽ അത്യാവശ്യം ദൂരമാണ്, അപ്പോൾ അവർക്ക് ബസ് സർവീസ് ഉണ്ട്. ഗേൾസിൻ്റെ കുറച്ച് അടുത്താണ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഹോസ്റ്റലിൽ സീറ്റ് കുറവാണ്, കുറച്ച് സീറ്റേ ഉള്ളൂ. പിന്നെ സൗത്ത് ഇന്ത്യ, അതായത് മലയാളീസിന് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആരും ഇപ്പോൾ ഇവിടെ മലയാളീസ് ഒരു 30-45 ആൾക്കാരുള്ളൂ. ആ ആൾക്കാരൊന്നും ഹോസ്റ്റലെടുത്ത് നിന്നിട്ടില്ല. കാരണം മേ ബി നമുക്ക് ഇവിടുത്തെ ഫുഡ് പറ്റാൻ ചാൻസ് ഇല്ല. പിന്നെ PGൻ്റെ കാര്യം ചോദിച്ചിരുന്നു, അതായത് പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ 1 മന്ത് പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് നിന്നത്. അപ്പോൾ അതൊരു ബെറ്ററാണ്. 1 മന്ത് നിങ്ങൾ പെയിൻ ഗസ്റ്റ് ആയി നിന്നാൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനും പിന്നെ ഇവിടുത്തെ ചുറ്റുപാടിനെ കുറിച്ചൊക്കെ അറിയാനും ഒക്കെ ആകുമ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റൂം നോക്കിയാൽ മതി. നിങ്ങൾ ഹോസ്റ്റലാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ ഫുഡ് ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ച് ആയിക്കോണം എന്നില്ല. എനിക്ക് PG നിന്നിട്ട് ഫുഡ് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ PG മാറിയത്. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. ഹോസ്റ്റലിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. അതായത് നമ്മുടെ കുറച്ച് സീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ഹോസ്റ്റലിലേക്ക് എടുക്കുക. അപ്പോൾ ഹോസ്റ്റലിൽ നിങ്ങൾ നിങ്ങളുടെ 10th മാർക്ക് നോക്കും, +2 മാർക്ക് നോക്കും, ഡിഗ്രീൻ്റെ മാർക്കും നോക്കും. അപ്പം ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ ഹോസ്റ്റലിലേക്ക് നമ്മൾ എടുക്കുക. അവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് 7,200 6 മന്തിന്. അപ്പം നമ്മൾ ഓരോ സെമ്മ് കഴിയുമ്പോഴും 7,200 കൊടുക്കണം. പിന്നെ നമ്മൾ മന്ത്ലി 2,100 ഫുഡിനും കൊടുക്കണം. ഇതാണ് ഹോസ്റ്റലിൻ്റെ ഫീസ് എന്ന് വരുന്നത്. ഏകദേശം അത്യാവശ്യം യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇതേ ഒരു സ്ട്രക്ചറിലാണ് പോകുന്നത്. ഈ ഫീസിൻ്റെ സ്ട്രക്ചറല്ല, ഇങ്ങനെ 6 മന്ത് നമ്മൾ നേരത്തെ പേ ചെയ്യണം. പിന്നെ ഫുഡിൻ്റെ ആണ് നമ്മൾ സെപ്പറേറ്റ് ഓരോ മന്തും 2,100 വെച്ചിട്ട് അങ്ങനെ പേ ചെയ്യേണ്ടതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ നോൺ വെജ് കാര്യങ്ങളൊന്നും കിട്ടൂല ഹോസ്റ്റലിൽ. സോ ഞങ്ങളൊക്കെ റൂം എടുത്ത് നിൽക്കുകയാണെങ്കിലും എക്സ്പെൻസ് എന്താണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം. എന്നാലും ചെറുതായിട്ട് ഒന്ന് ഇതിൽ സൂചിപ്പിക്കാം. ഈ റൂം എടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് റൂം എടുത്താൽ എക്സ്പെൻസ് കുറയും. ചില സ്ഥലത്ത് നമുക്ക് 5,000-ന് റൂം കിട്ടും. 3 ആളെന്നുണ്ടെങ്കിൽ 1,666 വെച്ചിട്ട് കൊടുത്താൽ മതി. ഞങ്ങളിപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യമുള്ള റൂം കിട്ടും. അതിലേറെ പൈസ ഉണ്ടാവും, പക്ഷെ സൗകര്യമുള്ള റൂം കിട്ടുകയാണെങ്കിൽ അത്ര ആൾക്കാരെ കൂട്ടിയാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ബാലൻസ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ നമ്മൾ ഫുഡും കുക്ക് ചെയ്യാനൊക്കെ, അതായത് നമ്മുടെ ഒരു രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കാനും എനിക്ക് തോന്നുന്ന റൂമാണ് ബെറ്റർ എന്ന്. ഞാൻ PGയിൽ നിന്ന സമയത്ത് എനിക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്ന ഇഷ്യൂ ഫുഡ് പറ്റാത്തതാണ്. അതായത് അവരുടെ ഫുഡ് എല്ലാവർക്കും ആ പ്രശ്നമില്ല, ചില ആൾക്കാർക്ക്. ഓക്കെ.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ, കഴിഞ്ഞ ചെയ്ത വീഡിയോയിലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഒരു 4 ക്വസ്റ്റ്യൻ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, ക്യാൻ യു ടെൽ മീ യൂണിവേഴ്സിറ്റീസ് ഓഫറിങ് MA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, അതായത് IIMC. അവിടെ അടിപൊളിയാണ്. നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് അത്യാവശ്യം എന്നുണ്ടെങ്കിൽ, പിന്നെ കയ്യിൽ അത്യാവശ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഫീ കൊടുക്കാനെന്നുണ്ടെങ്കിലും ബെറ്റർ ഞാൻ ചൂസ് ചെയ്യുക IIMC ആണ്. പിന്നെ ഇവിടെ ഹിമാചലുണ്ട്. ഹിമാചലിൽ പിന്നെ നിങ്ങൾക്ക് 100 താഴെയാണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്തിട്ട് കിട്ടാൻ പറ്റും. ഓക്കെ, ക്രെഡിറ്റ് ഉണ്ട്. NTA സൈറ്റിൽ ഉണ്ടാവുമല്ലോ ഈ കുറേ യൂണിവേഴ്സിറ്റീസ്, അതിൽ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നുള്ളൊരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ഒന്നും അപ്ലൈ ചെയ്യാതെ ലാസ്റ്റ് സ്പോട്ടിന് മാത്രം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് ഇല്ല എന്നാണ്. കാരണം നമ്മൾ തീരെ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ടിൽ കിട്ടൂല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെയാണ്. പിന്നെ പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ചില യൂണിവേഴ്സിറ്റീസിൽ ലാസ്റ്റ്, അതായത് ചിലപ്പം ഓഗസ്റ്റ് സമയമൊക്കെ ആയിട്ട് ചിലപ്പോൾ അവരുടെ സീറ്റ് ഫുള്ളായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആക്കും. ചില യൂണിവേഴ്സിറ്റീസ്, ഹിമാചൽ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനൊരു അവസരം കൂടിയുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ മൂന്നാമത്തെ, അഡ്മിഷൻ സമയത്ത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യം വരുമോ? പ്ലീസ് റിപ്ലൈ. അതായത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്തായാലും ആവശ്യം വരും. ഇവിടെ അഡ്മിഷൻ എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ പുറത്ത് പോകുമ്പോൾ നമ്മൾ എന്തായാലും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വെക്കണം എന്നാണ്. ഇവിടെ നമ്മൾ അഡ്മിഷൻ എടുത്തപ്പോൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത കുട്ടികളെ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് അവരൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഈ കുട്ടികൾ മൈഗ്രേഷൻ, നമുക്കിങ്ങനെ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ കയ്യിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലത് ഇവർ പറഞ്ഞതിന് എന്താ വെച്ചാൽ, ഇതൊക്കെ പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ അല്ല എന്ന്. പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഒറിജിനലാണ്, നമ്മൾ PDF ആണ് നമ്മളെടുത്തുള്ളത്, അത് പ്രിൻ്റ് എടുത്തതാണ്. അതായത് അങ്ങനെയല്ല, ഒറിജിനൽ PDF ഉണ്ടെന്ന് പറഞ്ഞിട്ട് PDF കാണിച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ പ്രിൻ്റ് വെച്ചാൽ, പക്ഷേ അവർ ഒറിജിനൽ വേണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ സമയത്ത് നമ്മളോട് എന്താ പറയും, ഓക്കെ എന്നാൽ ഒരു ലെറ്റർ എഴുതിയിട്ട് തരാൻ പറയും, ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷെ അതും സബ്മിറ്റ് ചെയ്യാത്ത ആൾക്കാരുടെ ഫസ്റ്റ് സെമ്മിൽ അവർ റിസൾട്ട് ഒന്ന് ചവിട്ടും. പക്ഷേ നമ്മൾ പിന്നെ റിസൾട്ട് വന്നതിന് ശേഷം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അവിടെ സബ്മിറ്റ് ചെയ്താൽ നമ്മൾ റിസൾട്ട് അവരൊന്നും കൂടി പബ്ലിഷ് ചെയ്യും. അതാണ്. പിന്നുള്ളത്, ഇയർ ഗ്യാപ്പ് എടുക്കുന്ന പറ്റി എന്താണ് അഭിപ്രായം? അത് അഡ്മിഷനെ ബാധിക്കുമെന്നാണ് നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇയർ ഗ്യാപ്പ് അഡ്മിഷനെ ബാധിക്കില്ല എന്നാണ് NTA, അതായത് CUT ചെയ്താനൊന്നും ഇയർ ഗ്യാപ്പ് ഒരു പ്രശ്നമല്ല എന്നുണ്ട്. NTA ഒരു വിഷയമല്ലാന്ന് തോന്നുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റീസിനെ വെച്ച് നോക്കുമ്പോഴും അത് യൂണിവേഴ്സിറ്റീസിൻ്റെ റൂൾസാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു PG ഒന്നും പഠിക്കാൻ നമുക്ക് ഇയറിൻ്റെ പ്രശ്നമൊന്നും എന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇയർ ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഞാനും 1 ഇയർ ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇയർ ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് വെക്കണം. അതായത് ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ആ ഗ്യാപ്പിൽ ചെയ്തത്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഇയർ ഗ്യാപ്പ് എടുത്തത് എന്നുള്ളൊരു വിശദീകരിച്ചൊരു സർട്ടിഫിക്കറ്റ് പോലെ. ഞാൻ ഇയർ ഗ്യാപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എൻ്റെ അടുത്തില്ലേനു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ നിന്ന് അഡ്മിഷൻ എടുത്തപ്പോൾ അവർ പറഞ്ഞ ഇയർ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് എനിക്കറിയാനും. പക്ഷെ അത് ഞാനെന്തോ എൻ്റെ അടുത്ത് ഇല്ലേന്ന് തോന്നുന്നത്, എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ പിന്നെ ലെറ്റർ എഴുതിയിട്ടാണ് കൊടുത്തത്, ഇങ്ങനെ കാരണത്താലാണ് ഞാൻ ഇയർ ഗ്യാപ്പ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ട് ലെറ്റർ എഴുതിയിട്ടാണ് കൊടുത്തത്. ചിലപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റീസും അത് അനുവദിച്ചോണം എന്നില്ല. സോ ചില യൂണിവേഴ്സിറ്റീസ് അഡ്മിഷൻ്റെ കാര്യത്തിൽ പക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ വെറുതെ ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ മൈഗ്രേഷനും ഇയർ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും ആ സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പോവാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഞാൻ അതിന് കളക്ട് ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി കുറച്ച്. ബാക്കിയൊക്കെ അധികം നിങ്ങൾ ഇത്ര മാർക്കിന് കിട്ടും ഇത്ര മാർക്കിന് കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നെക്സ്റ്റ് വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.